ഹായ് ഹലോ എല്ലാവർക്കും മിനി ഹോം കുക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ തക്കാളി സാമ്പാർ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തയ്യാറാക്കി കാണിക്കുന്നതാണ്. അപ്പം ഇത് തക്കാളി സാമ്പാർ ഇതിപ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു നേരത്തേക്കായിട്ടുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വലിയൊരു സവാള എടുത്തിട്ടുണ്ട്, ഒരു 3 തക്കാളി, അരക്കപ്പ് തോരപ്പരിപ്പ്, ഒരു 3 വെണ്ടയ്ക്ക, ഒരു 4-5 പച്ചമുളക്, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് കുറച്ച് കായം കൂടി ചേർത്ത് കുക്കറിലാക്കി ഒരു 4 വിസിലൊന്ന് അടിച്ചെടുക്കാം. കായം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മസാല ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്, 1 സ്പൂൺ മുളക് പൊടി ഉണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. കാരണം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ അതിൽ കഷ്ണങ്ങളിൽ ചേർത്താണ് വേവിക്കുന്നത്. അപ്പം നമുക്കിത് കരിഞ്ഞു പോകാതെ വേണം റോസ്റ്റ് ചെയ്തെടുക്കേണ്ടുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്തതാണിത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്തച്ച മസാല കൂടി ചേർക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള തക്കാളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറാണിത്. ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാത്തിനും ഊണിനും നല്ലതാണ്. അപ്പോൾ ഇത് ഊണിൻ്റെ കൂടെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാൻ. ടാറ്റാ. അപ്പോൾ എല്ലാവരും ഇതേപോലെ തക്കാളി സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. നല്ല കിടിലൻ രുചിയാണ്. വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു സാമ്പാറാണത്. ഉണ്ടല്ലോ, സിമ്പിളായിട്ട് നമുക്ക് വേഗം, നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറികളേ ഉള്ളൂ, ഒരു 2-3 തക്കാളിയോ ഉള്ളോ, അല്ലെങ്കിൽ ഒരു 2 വെണ്ടയ്ക്കയും കൂടി ഉണ്ടോ, നമുക്ക് നല്ല സൂപ്പറായിട്ട് സാമ്പാർ വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മല്ലിയില വേണ്ടുന്നവർക്ക് മല്ലിയില ചേർക്കാം. അപ്പം ഞാൻ മല്ലിയിലയൊന്നും ചേർക്കുന്നില്ല, കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ കടുകും കൂടി താളിച്ചെടുക്കണം.